കർക്കിടക മാസം ഒന്നായിട്ട് രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കുളിച്ച് ഉറക്കം പോയിട്ടില്ല ഇതുവരെ എൻ്റെ മുഖത്തൊന്ന്. അപ്പോൾ കുളിച്ചൊക്കെ പോകുന്നത് നേരെ എങ്ങോട്ടായിരിക്കും ഗൈസ്? അതെ, അമ്പലത്തിലേക്കാണ്. വെളുപ്പിനത്തെ ഫോൺ കോളിലാണ് ഗൈസ് ഞാൻ ഈ ചാടി എഴുന്നേറ്റ് റെഡി ആവുന്നത്. അല്ലാതെ ഞാനായിട്ട് പ്ലാൻ ഇട്ടല്ല, ഒരാൾ എന്നെ വിളിച്ചിട്ട് അമ്പലത്തിൽ പോകാം എന്ന് പറഞ്ഞു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പാടെ ആയതുകൊണ്ട് ഞാൻ ആദ്യം ഇല്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാനും വരുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയായി. മുടി എത്ര കെട്ടിയിട്ടും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലായിരുന്നു. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ചുമ്മാ വാരി വലിച്ച് കെട്ടി. സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ നിന്നില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനത്. അമ്പലത്തിൽ ചെന്നപ്പോഴാണ് റോഡിലും അമ്പലത്തിലും ഒക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കർക്കിടക മാസം ഒന്നായതുകൊണ്ട് അമ്പലത്തിൽ കയറി തൊഴുത് വന്നിട്ട് ഞങ്ങൾ അകത്ത് തന്നെ കുറച്ചു നേരം ഒരു 5 മിനിറ്റോളം അവിടെ ഇരുന്നു. എന്നിട്ടാണ് ഇറങ്ങിയത്. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ വെളിയിലേക്ക് നോക്കിയപ്പോൾ താണ്ട വലിയൊരു അത്ഭുതം ഗൈസ്. എന്താണെന്നറിയത്തില്ല, ഇനി അമ്മ പറഞ്ഞു വിട്ടാണോ ഇവനെന്നറിയത്തില്ല. ഇത് വേറെ ആരും അല്ല ഗൈസ്, എൻ്റെ അനിയനാണ്. പിന്നെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അലർജിയാണ് ചില സമയങ്ങളിൽ മാത്രം. ഇങ്ങനെ അമ്പല ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഓർക്കുന്നത്, ഇവൻ ഇത്ര പെട്ടെന്ന് വീട്ടിലെത്തിയോ തൊഴുത്? അവൻ വെറുതെ കണ്ടു പോയതാന്ന് തോന്നുന്നു. രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ചിട്ടാ ഞാൻ പോയെന്ന് വിചാരിച്ചാണ്. പക്ഷെ അല്ല, ദേ ഇരിക്കുന്ന ആളാണ് ആ കത്തി നിൽക്കുന്ന വിളക്കിന്റെ ഉടമ. അങ്ങനെ ഞാൻ പോയി എനിക്കും ഗോതമ്പൂട്ടും അരിപ്പൂട്ടും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് എടുത്ത് ഗൈസ്. എനിക്ക് ഗോതമ്പൂട്ട് മാത്രം ഇഷ്ടമല്ല. ഉച്ചക്കത്തേക്ക് വെണ്ടയ്ക്ക് മെഴുക്കുവരട്ടി കഴിക്കുന്നത് ഞാനാ ഗൈസ്. ഞാൻ കാണിച്ചു തരാം. കണ്ടാ പയ്യെ ജോലി ചെയ്ത് നീ രാവിലെ പുട്ട് കഴിച്ച ഗൈസ്. എനിക്ക് ഇങ്ങനെ രസമുണ്ട്, ഒറ്റത്തള്ളായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ ഗൈസ്? രാവിലെ പുട്ട് കഴിച്ചാൽ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇങ്ങനെ അമ്മയും രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലേക്ക് പോകണം. ഇന്നത്തെ ദിവസം പിന്നെ എല്ലാ വീട്ടിലും പിന്നെ ഈ ഒരു പരിപാടി കാണൂല്ലേ, അമ്പലത്തിൽ പോകുന്നത്. ആരുടെ അമ്മയ്ക്കൊന്നും വിളിച്ചതല്ല, അമ്മയുടെ അമ്മയെ തന്നെ വിളിച്ചതാണ്. വണ്ടിയുടെ വെയിറ്റ് കൊണ്ടിട്ട് അമ്മ അപ്പൂപ്പനെയും അച്ഛനെയും അപ്പച്ചനെയും ഒക്കെ വിളിക്കും ഗൈസ്. പിന്നെ വണ്ടിയെ കയറി ഇരുന്നുള്ള ഇരിപ്പ് കണ്ടാലേ നമുക്കറിയാം എൻ്റെ ദൈവം ഈ തള്ളയ്ക്ക് വണ്ടി ഓടിക്കാനേ അറിയത്തില്ലെന്ന്. പക്ഷെ ലൈസൻസ് ഉണ്ട്, കാര്യമില്ല. എപ്പോൾ കയറിയാലും ഈ ഇറക്കം ഇറങ്ങാൻ പുള്ളിക്കാരത്തേക്ക് ഒരു പേടിയാണ്. അങ്ങനെ അമ്മ അമ്പലത്തിലേക്കും പോയി. ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു ഗൈസ്. അപ്പം ശരി, ബൈ.